തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയ ഒരു വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഞ്ചഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ആഴമായ അറിവും അതുപോലെ തന്നെ ബോധ്യവും ലഭ്യമായതിനു ശേഷം ആ പഞ്ചഗ്രന്ഥങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ട ദൈവിക വെളിപാടിനെക്കുറിച്ച് ആഴമായി ധ്യാനിച്ചതിനും പ്രാർത്ഥിച്ചതിനും ശേഷം അതിൻ്റെ തന്നെ തുടർച്ചയായ ചരിത്രപരമായ പുസ്തകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജോഷുവ എന്ന പുസ്തകത്തിൽ ആരംഭിച്ച് രാജാക്കന്മാരിലൂടെയും അതുപോലെ തന്നെ എസ്ര, നെഹമിയ, മക്കബയരുടെ പുസ്തകങ്ങൾ എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളിലൂടെയുമൊക്കെയുള്ള ഒരു യാത്രയാണ് ഈ പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുക. യഥാർത്ഥത്തിൽ ഇത് പുതിയ ഒരു എപ്പിസോഡ് എന്നതിനേക്കാട്ടിലുപരിയായി നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ജോഷുവയുടെ പുസ്തകത്തെ നമ്മൾ കാണുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, അല്പം കൂടി പുറകോട്ട് പോയാൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ കൾമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത നമ്മൾ കാണുന്നത് ജോഷുവയുടെ പുസ്തകത്തിലാണ്. കാരണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: എന്തിനാണ് വാഗ്ദാന ദേശത്തേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ കാനാൻ ദേശത്തേക്ക് പോകേണ്ടത് എന്ന ചോദ്യത്തിന് മോശ ഫറവോയുടെ മുമ്പിൽ നൽകുന്ന ഉത്തരം ഇതാണ്: ഞങ്ങളുടെ രാജാവായ കർത്താവിനെ ആരാധിക്കാൻ അല്ലെങ്കിൽ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അവിടം വരെ പോകണം. ഫറവോ ചോദിക്കുകയാണ്, നിങ്ങൾ മാത്രം പോയി, പുരുഷന്മാർ മാത്രം പോയി ആരാധിച്ചിട്ട് വന്നാൽ പോരെ? ഉടനെ ഫറവോയുടെ മുമ്പിൽ മോശ പറയുകയാണ്, അല്ല, ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടെ പോകണം. വീണ്ടും പറയുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്വത്തുക്കൾ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ട് തിരിച്ചു വരാം. ഉടനെ മോശ പറയുകയാണ്, അല്ല, ഞങ്ങളുടെ സ്വത്തുക്കളോടൊപ്പം ഞങ്ങൾക്കും പോകണം. ഇങ്ങനെയാണ് പുറപ്പാടിൻ്റെ യാത്ര ആരംഭിക്കുന്നത് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 3 മുതലുള്ള അധ്യായങ്ങളിലൂടെ വ്യക്തമാണ്. എന്തിനാണ് വാഗ്ദാന ദേശത്തേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ കാനാൻ ദേശത്തേക്ക് പോകേണ്ടത്? വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്. ദൈവമായ കർത്താവിനെ സ്വന്തം ദേശത്തും വെച്ച് ആരാധിക്കാൻ വേണ്ടി. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. അതിപ്രകാരമാണ്: ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത്, പ്രധാനമായിട്ടും ഇങ്ങനെ പറയുന്നു, ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത്, തൻ്റെ നാമം പേറുന്ന സ്ഥലത്ത് കർത്താവിന് വേണ്ടി ഒരു ബലിപീഠം പണിയണം. അല്ലെങ്കിൽ അത് ഇപ്രകാരമാണ് വായിക്കുന്നത്. 12-ാമത്തെ അധ്യായം നമുക്കൊന്ന് വായിക്കാം. 5-ാമത്തെ വാക്യം: നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മോശയും ഇസ്രായേൽക്കാരും വാഗ്ദാന ദേശത്തെ ലക്ഷ്യമാക്കി പോകുന്നത്. ഇതേ ആശയം തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ
മിരിയാമിൻ്റെ കീർത്തനത്തിലും പറയുന്നത് ഇപ്രകാരമാണ്. 15-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർ ദയവ് ചെയ്ത് വചനഭാഗം കയ്യിലെടുത്ത് അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവേ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തേക്കാണ് ഇവർ യാത്ര നടത്തുക. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം നിയമാവർത്തന പുസ്തകത്തിൻ്റെ തുടർച്ചയാണെന്നും അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ പൂർണ്ണതയാണെന്നും നമ്മൾ മനസ്സിലാക്കുക. വാഗ്ദാന ദേശത്തെ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേലിൻ്റെ യാത്ര. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പരസ്പരമുള്ള ബന്ധം. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, ഈ പുസ്തകങ്ങളെ സാധാരണയായിട്ട് ജോഷുവ, ന്യായാധിപന്മാർ, അതുപോലെ തന്നെ സാമുവേലിൻ്റെ 1-2 പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ 1-2 പുസ്തകങ്ങൾ, എസ്ര നെഹമിയായുടെ പുസ്തകങ്ങൾ, മക്കബായരുടെ പുസ്തകങ്ങൾ, ഇവരെല്ലാം നാം വിശേഷിപ്പിക്കുന്നത് ചരിത്രപരമായ പുസ്തകങ്ങളെന്നാണ്. എന്ത് ചരിത്രമാണ് ഇത് നൽകുക? ചരിത്രം വളരെ രസകരമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്രത്തെ അവലോകനം ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ചരിത്രത്തെ അവലോകനം ചെയ്യുന്നത് പോലെയല്ല. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണിത്. പലപ്പോഴും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രമനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പോകാറുണ്ട്. അത് വളരെയധികം കുഴപ്പങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. എന്നാൽ മറ്റ് പുസ്തകങ്ങളിലൊക്കെ ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് വെറും ചരിത്ര പുസ്തകങ്ങളല്ല. അതിൻ്റെ ഉള്ളിൽ ഒരു ദൈവശാസ്ത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളെ തിയോളജിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ചരിത്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. ചരിത്രത്തെ ദൈവശാസ്ത്രപരമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നടന്നു വരുന്ന ഓരോ സംഭവങ്ങളും അവർ മനസ്സിലാക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അവർ മനസ്സിലാക്കുന്ന ചരിത്രത്തെ അവരെഴുതി വയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് ചരിത്രപരമായ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെയും ഈ പുസ്തകങ്ങൾ യഥാർത്ഥ ചരിത്രമല്ല നമുക്ക് നൽകുക, മറിച്ച് ദൈവശാസ്ത്രപരമായ ഒരു വീക്ഷണമാണ് നൽകുക. നമ്മൾ ഏത് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കാലും, ഇന്ത്യൻ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററിയോ ലോക ചരിത്രമോ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോരുത്തരും ആ ചരിത്രം എഴുതുന്നത് ഒരു പ്രത്യേക വീക്ഷണകോണിലൂടെയാണ്. അത് അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ചരിത്രം പറയുമ്പോൾ മലങ്കര സഭയിൽപ്പെട്ട ഒരാൾ ഈ ചരിത്രം എഴുതുകയാണെങ്കിൽ മലങ്കര സഭയുടെ ചരിത്രത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അത് സ്വാഭാവികമാണ്. ഞാൻ സീറോ മലബാറുകാരനാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കേരള സഭയുടെ ചരിത്രം പറയുമ്പോൾ ഞാനാണ് ചരിത്രം എഴുതുന്നതെങ്കിൽ സീറോ മലബാർ സഭയ്ക്കുണ്ടായ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ചൊക്കെ നന്നായിട്ട് തന്നെ ആദ്യമേ പറയും. അതൊരു സ്വാഭാവികം തന്നെയാണ്. ഇതുപോലെയുള്ള ഒരു വീക്ഷണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക. അവരുടെ വിശ്വാസത്തെ, ഇസ്രായേലിൻ്റെ വിശ്വാസത്തെ അവർ ദൈവശാസ്ത്രപരമായിട്ട് അപഗ്രഥിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ഒക്കെ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന സംഗതിയാണ്. ചെറിയ ഒരു ഉദാഹരണം ഞാനിന്ന് പറയട്ടെ. നമ്മൾ കാണും എങ്കിൽ തന്നെയും ഈ ആശയം പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം മാത്രമാണ്.
ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം എടുത്തു നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനം ദൈവത്തിനു മുമ്പാകെ പാപം ചെയ്തു. എന്താണ് അവരുടെ പാപം എന്ന് പറയുന്നുണ്ട്? ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളെ ആരാധിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ പതിച്ചു. ദൈവം അവരെ മെസൊപ്പൊട്ടോമിയൻ രാജാവായ കുഷാൻ റിഷത്തായിം എന്ന് പറയുന്ന രാജാവിന് വിറ്റു. അങ്ങനെ ആ ജനം, ഇസ്രായേൽ ജനം, കുഷാൻ റിഷത്തായിം രാജാവിനെ വളരെയേറെ വർഷങ്ങളോളം സേവിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് വേദനകൾ സംഭവിച്ചു, പീഡനങ്ങളുണ്ടായി. ആകയാൽ അവർ നിലവിളിച്ചു, കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അങ്ങനെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി ഒരു രക്ഷകനെ കൊടുത്തു. ആ രക്ഷകൻ്റെ പേരാണ് ആദ്യത്തെ ന്യായാധിപനായ ഒത്ഥനിയേൽ. ഇതാണ് ഇസ്രായേൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവശാസ്ത്രപരമായ ചരിത്രം. എന്നാൽ യഥാർത്ഥ ചരിത്രം എന്ന് നോക്കിക്കേ. യഥാർത്ഥത്തിൽ വാഗ്ദാന ദേശത്ത് പ്രവേശിച്ച ഇസ്രായേൽ ജനം, അവർ ധാരാളം ആളുകളുണ്ടായി, പെറ്റുപെരുകി ആളുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ടായി. അങ്ങനെ അവർ ഒരു നല്ല ശക്തിയായിട്ട് മുൻപോട്ട് പോയപ്പോൾ അവർക്ക് ധാരാളമായിട്ടുള്ള കൃഷി ചെയ്യാനുള്ള കൃഷിയിടങ്ങളുണ്ടായി, ധാരാളം വിഭവങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഏൻഷ്യൻ നിയർ ഈസ്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രദേശങ്ങളിലെ ആളുകളുടെ ഇടയിൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യമായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാനാൻ ദേശം വളർന്നു വന്നു. അങ്ങനെ ഇരിക്കെ ഈ സമ്പന്ന രാജ്യത്തെ തങ്ങളുടെ കൈപ്പിടിയിൽ പിടിക്കാൻ വേണ്ടി മെസൊപ്പൊട്ടോമിയൻ രാജാവായ കുഷാൻ റിഷത്തായിം വരുന്നു. അവർ അതിനെ പിടിച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഈ കുഷാൻ റിഷത്തായിമിൻ്റെ മുമ്പിൽ അടിയറവ് പറയുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചരിത്രം കൊണ്ടുപോവുക. എന്നാൽ ഈ സംഭവങ്ങളെയൊക്കെയും ഇസ്രായേൽ ജനം നോക്കിക്കാണുന്നത് ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ്. ആ വിശ്വാസ തലമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള സത്യം ഇതാണ്: ഇതൊരു വിശ്വാസത്തിൻ്റെ പുസ്തകമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി വായിച്ചെങ്കിൽ മാത്രമേ ഈ പുസ്തകത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ജനതയുടെ വേദനയുടെ ചരിത്രം, ഒരു ജനത ആ വേദനയിൽ നിന്ന് എങ്ങനെയാണ് മുക്തി പ്രാപിച്ചത്, വിശ്വാസത്തോടുകൂടി അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ജീവിച്ചത് എന്നതിൻ്റെയൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഈ ചരിത്ര പുസ്തകങ്ങൾ എന്ന ഹെഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കുക. അത് കാനാൻ ദേശത്ത് നിന്നുള്ള അവരുടെ ജീവിതം ആരംഭിക്കുന്നു. അതിനുശേഷം അവർ മുമ്പോട്ട് യാത്ര തിരിക്കുന്നു. പല വീഴ്ചകളുണ്ടാകുന്നു, പല കോട്ടങ്ങളുണ്ടാകുന്നു, പല നേട്ടങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കടന്നു പോകുമ്പോൾ ഏകദേശം 490 വർഷത്തോളം ഈ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്ത് നിന്നതിന് ശേഷമാണ് അവർക്ക് ധാരാളമായിട്ടുള്ള ഇൻവേഷൻസ് അല്ലെങ്കിൽ യുദ്ധങ്ങൾ കടന്നു വരിക. അസീറിയക്കാർ കടന്നു വരുന്നു, ബാബിലോൺകാർ കടന്നു വരുന്നു. അങ്ങനെ ഇസ്രായേൽ ജനം ബാബിലോണിൻ്റെ പ്രവാസ കാലഘട്ടത്തിലേക്ക് പോകുന്നു. പിന്നെ ഒരു തിരിച്ചുവരവ് 50 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇങ്ങനെയുള്ള ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ചരിത്രമാണ് ഹിസ്റ്റോറിക്കൽ ബുക്സ് അല്ലെങ്കിൽ ചരിത്രപരമായ പുസ്തകം എന്നതിലൂടെ നാം മനസ്സിലാക്കുക. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ചരിത്രപരമായ പുസ്തകം എന്ന് പറയുന്നത് അത് വെറും ചരിത്രമല്ല, സെക്കുലർ ഹിസ്റ്ററിയുടെ ചരിത്രമല്ല, മറിച്ച് ഒരു വിശ്വാസത്തിൻ്റെ ചരിത്രമാണ്. ഈ ചരിത്രം എഴുതപ്പെടുന്നതോ വിശ്വാസത്തിൻ്റെ അനുഭവത്തെ ചരിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇതിനെ ദൈവശാസ്ത്രപരമായ ചരിത്രം അല്ലെങ്കിൽ ചരിത്രത്തിലൂടെ കടന്നു വരുന്ന ദൈവശാസ്ത്രം, തിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് ഇതിനെ വിശേഷിപ്പിക്കും. ഇതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമതായി പറയാനുള്ളത്, ചരിത്രപരമായ പുസ്തകങ്ങൾക്ക്
വേറൊരു പേരും കൂടി നൽകിയിട്ടുണ്ട് വിശുദ്ധഗ്രന്ഥ പണ്ഡിതന്മാർ. ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഫോർമർ പ്രൊഫറ്റിക് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകം എന്നാണ്. എന്തുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം മുതൽ ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകമെന്ന് ഇതിനെ വിശേഷിപ്പിക്കുക? അത് വളരെ രസകരമാണ്. നമ്മളൊക്കെ പെട്ടെന്ന് വിചാരിക്കും, പ്രവാചകന്മാരെ നമുക്കറിയാമല്ലോ, നമ്മുടെ യേശയ്യ, ജെറമിയ, എസക്കിയേൽ, ദാനിയേൽ, പിന്നെ ആമോസ്, ഹോസിയ, ഇവരൊക്കെയല്ലേ പ്രവാചകന്മാർ. ജോഷുവ എങ്ങനെ പ്രവാചകനാകും? അല്ലെങ്കിൽ പിന്നെ എവിടെ മുതലാണ് പ്രവാചകന്മാർ കടന്നു വരിക? അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ. ആരാണ് പ്രവാചകനെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. പ്രവാചകൻ്റെ പ്രത്യേകത, പ്രവാചകൻ ആരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ വാക്യം. മോശ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ളൊരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, മോശയെക്കുറിച്ച് പറയുന്നത് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അയക്കും, കർത്താവ് അയക്കുമെന്നാണ് പറയുന്നത്. എന്നെപ്പോലെ ഒരു പ്രവാചകൻ. മോശയ്ക്ക് കൊടുത്ത ടൈറ്റിലാണ് പ്രവാചകൻ എന്നുള്ള ടൈറ്റിൽ. ആ പ്രവാചകൻ്റെ റോൾ എന്താ? നമ്മൾ വിചാരിക്കുന്ന പ്രവാചകൻ്റെ റോള്, കഴിഞ്ഞ ദിവസത്തെ ഒരു ചുഴലിക്കാറ്റുണ്ടായിരുന്നു. ചുഴലിക്കാറ്റ് പ്രഖ്യാപിക്കുന്നവനെ പ്രവാചകനെന്ന് വിശേഷിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ കാലാവസ്ഥ പ്രവചനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഈ പ്രവാചകൻ്റെ റോൾ എന്താ? മോശ എങ്ങനെ പ്രവാചകനായി? മോശ എന്തെങ്കിലും വിളിച്ചു കൂവിയോ? ഒന്നുമില്ല. മോശ എന്താ ചെയ്തത്? മോശയുടെ പ്രത്യേകത എന്താണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുക. ആരാ പ്രവാചകൻ? നമ്മൾ കേൾക്കുന്ന ഒരു പ്രത്യേക ശൈലിയിൽ നിന്നൊക്കെ മാറി, നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ശൈലിയിൽ നിന്നൊക്കെ മാറി പ്രവാചകനെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ഹി ഈസ് ദ ഇൻറ്റർപ്രറ്റർ ഓഫ് ദ തൊറ, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ദൈവിക നിയമങ്ങളുടെ വ്യാഖ്യാതാവാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ എന്ന് പറയുക. ദൈവിക നിയമങ്ങളുടെ വ്യാഖ്യാതാവ്. അതുകൊണ്ട് തന്നെ ദൈവിക നിയമങ്ങൾക്ക് ഒരു വ്യാഖ്യാനം ആവശ്യമാണ്. അത് വ്യാഖ്യാനിക്കുന്ന ആരാണ്? ആ വ്യാഖ്യാനിക്കുന്നവർക്ക് കൊടുക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ. ഏറ്റവും വലിയ ദൈവിക നിയമം ഏതാണ്? നമുക്കറിയാം, പ്രൈം കമാൻഡ്മെൻറ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ഈശോയോട് ഒരു വ്യക്തി ചോദിക്കുന്നതായി പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? ഉടനെ കർത്താവ് പറയുന്ന ഉത്തരം നമുക്കറിയാം. അതാണ് ഇസ്രായേലിൻ്റെ ക്ഷമാ പ്രയർ എന്ന് പറയുന്ന പ്രാർത്ഥന. ക്ഷമാ പ്രയർ. നീ നിൻ്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. അദോനായ് എലോഹേനു അദോനായ് യഹാദ് എന്നാണ് പറയുന്നത്. ക്ഷമാ ഇസ്രയേൽ അദോനായ് എലോഹേനു അദോനായ് യഹാദ്. ഇതാണ് അവരുടെ ക്ഷമാ പ്രയർ. അല്ലയോ ഇസ്രായേലെ, കേട്ടാലും ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. ഇനി ഈ ഏക കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി നീ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അതാണ് നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മോശയ്ക്ക് 10 കൽപ്പനകൾ ദൈവമായ കർത്താവും ഹൊറേബ് മലയിൽ വെച്ച് കൊടുക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ സീനായി മലയിൽ വെച്ച് കൊടുക്കുന്ന അവസരത്തിൽ ആദ്യത്തെ കൽപ്പന തന്നെ പറയുന്നത് ഇതാണ്: ഞാൻ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവാണ്. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ കൽപ്പനയിലാണ് യഥാർത്ഥത്തിൽ എല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൽപ്പനകളുടെ ഏകദൈവമായ കർത്താവ് ഞാനാകുന്നു എന്നുള്ള ഏറ്റവും വലിയ കൽപ്പനയെ വ്യാഖ്യാനിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് പ്രവാചകൻ തൻ്റെ റോള് അഭിനയിക്കുക. അതുകൊണ്ടാണ് മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ, മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ടൈറ്റിലാണ് ഞാൻ പ്രവാചകനാണ്. ഈ പ്രവാചകൻ ആയ മോശ എന്തൊക്കെ ചെയ്തു? കർത്താവിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ചു. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചു കാണും.
മോശ സീനായ് മലയിൽ കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ മേഘം വന്ന് അദ്ദേഹത്തെ മൂടിക്കഴിഞ്ഞപ്പോൾ അഹ്റോനും സഹോദരന്മാർക്കും കാണാൻ പറ്റിയില്ല. അവർ പറഞ്ഞു, മോശ വരാൻ വൈകും, അതിനാൽ നമുക്ക് കാളക്കുട്ടി ഉണ്ടാക്കി വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കാം. ഉള്ള സ്വർണ്ണമെല്ലാം, പെണ്ണുങ്ങളുടെ കാതയിലും കഴുത്തയിലും കിടന്ന സ്വർണ്ണമെല്ലാം എടുത്ത് മേടിച്ചു. അങ്ങനെ അവസാനം ഒരു കാളക്കുട്ടിയെ നമ്മുടെ ഈ അഹ്റോനും കൂട്ടരും ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ വരുന്നു 10 കൽപ്പനയും പിടിച്ചുകൊണ്ട് മോശ വരുന്നു, മണ്ടേന്ന് വരുന്നു. ഇത് കണ്ട മാത്രയിൽ ഈ പുള്ളിക്കാരൻ ഈ കൽപ്പനകളെല്ലാം വലിച്ചു ദൂരെ എറിഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് തെറ്റാണ്, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇത് പറഞ്ഞതിന് ശേഷം പുള്ളി അവരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. 40 രാവും 40 പകലും ഉപവസിച്ചു, അവർക്ക് വേണ്ടി ഉപവസിച്ചു. അതിനുശേഷം വീണ്ടും മലയുടെ മുകളിലേക്ക് കയറി കർത്താവിൽ നിന്ന് വീണ്ടും കൽപ്പനകൾ വാങ്ങുന്ന മോശയെ കാണും. ഇതാണ് യഥാർത്ഥത്തിൽ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാചകനായിട്ട് രൂപാന്തരപ്പെടുക. ഇതുപോലെയുള്ള പ്രവാചകന്മാരാണ് നമ്മളിവിടെ കാണുന്ന ഈ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. ജോഷുവ എങ്ങനെ പ്രവാചകനാകും? ജോഷുവായ്ക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റില് അല്ലെങ്കിൽ അത് തലക്കെട്ട് ഇങ്ങനെയാണ്. ജോഷുവായെക്കുറിച്ച് തലക്കെട്ട് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു. നോക്കിക്കേ, ഏതാ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്? അവൻ്റെ സേവകൻ, മോശയുടെ സേവകൻ എന്ന് പറയുന്ന ടൈറ്റിലാണ്. നമ്മൾ വിചാരിക്കും സേവകൻ, പെട്ടെന്ന് വായിക്കുമ്പോഴത്തേക്കിനും ഒരു സേവകൻ എന്നുള്ള ടൈറ്റിൽ ഒരു രീതി മാത്രമേ ഉള്ളൂ. കാപ്പി എടുത്ത് കൊടുക്കുക, വെള്ളം എടുത്ത് കൊടുക്കുക, വടി എടുത്ത് കൊടുക്കുക, ഷോൾ എടുത്ത് കൊടുക്കുക, ഇതൊക്കെ ആയിരിക്കാം സേവകൻ്റെ ജോലി. അല്ല, അതിലുപരിയായിട്ട് ഹെബ്രായ ഭാഷയിൽ അത് കൊടുത്തിരിക്കുന്ന വാക്ക് മെഷറേത്ത് എന്നാണ്. മെഷറേത്ത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാക്കുകളൊക്കെ കേൾക്കുന്നതൊക്കെ നല്ലതാണ്. മെഷറേത്ത് എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അത് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സേവകൻ എന്നതിലുപരിയായി ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനെന്നാണ് അർത്ഥം. അപ്പോൾ ജോഷുവയുടെ ടൈറ്റില് വളരെയധികം ഉയർന്നതാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകത്തിലെ പല സംഭവങ്ങളിലും ജോഷുവ കൃത്യമായിട്ട് ദൈവിക നിയമത്തെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ചില ജീവിത സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് തെറ്റാണ്, ദൈവിക നിയമം ഇതല്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അതിനാവശ്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്ന ജോഷുവയെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഇപ്രകാരം മെഷറേത്ത് മൊഷെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിട്ട്, ദൈവാലയത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് രൂപാന്തരപ്പെടുന്ന ജോഷുവ ഒരു പ്രവാചകൻ്റെ റോളാണ് അഭിനയിക്കുക. അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും പിന്നീട് വരുന്ന സാമുവേലിൻ്റെ പുസ്തകത്തിലും ഒക്കെ ഈ പ്രവാചകന്മാരുടെ റോള് നമുക്ക് കാണാൻ പറ്റും. ആരാണ് പ്രവാചകൻ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ പുസ്തകങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മറ്റൊരു ടൈറ്റിലാണ് ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകം, ഫോർമർ പ്രൊഫറ്റിക് ബുക്സ്, ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകം. അപ്പം ഈ പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണോ? നിയമാവർത്തന പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? ഒന്നുമല്ല. ഇതൊരു വ്യത്യാസവും ഇല്ല. കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട്, ആദ്യമേ പറഞ്ഞതുപോലെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾക്ക് പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുക. പിന്നീട് ഇതിനോട് ചേർത്താണ് മറ്റ് പിൽക്കാല പ്രവാചകന്മാരായ, എഴുതപ്പെടാത്ത പ്രവാചകന്മാരായ ഏലിയ പ്രവാചകൻ, ഏലീഷ പ്രവാചകൻ, ആഖിയ പ്രവാചകൻ, നാഥാൻ പ്രവാചകൻ, അല്ലേ? നമുക്ക് കേട്ടിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെയാണ്. നാഥാൻ പ്രവാചകൻ. പിന്നെയുള്ള പ്രവാചകന്മാരായിട്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളായിട്ടുള്ള നമ്മുടെ ആമോസിൻ്റെ പുസ്തകം, ഹോഷിയയുടെ പുസ്തകം, ജോയേലിൻ്റെ പുസ്തകം, ജോനായുടെ പുസ്തകം, പിന്നെ നാഹുമിൻ്റെ പുസ്തകം, ഒബാദിയയുടെ പുസ്തകം, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്
ഇതിനോട് ചേർത്താണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പുസ്തകങ്ങളെല്ലാം, അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ അതുപോലെ തന്നെ പഴയ നിയമത്തിൻ്റെ മലാക്കി വരെയുള്ള പുസ്തകങ്ങളെല്ലാം ബന്ധപ്പെട്ടായിരിക്കുന്നത്. കാരണം ഒന്നിനോട് ബന്ധപ്പെട്ടാണ് മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇത് 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണ് ഈ പ്രവചനത്തിൻ്റെ രീതി, അല്ലെങ്കിൽ എന്താണ് തിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു. ഏതാണ് തിയോളജിക്കൽ ഹിസ്റ്ററി? നമുക്കെപ്പോഴും ഹിസ്റ്ററിയെ മനസ്സിലാക്കുന്നത് സെക്കുലർ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ലോകത്ത് കാണുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനുപരിയായി ആ രീതിയിലല്ല വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്. മറിച്ച് വിശ്വാസത്തിൻ്റെ ഒരു പുസ്തകമായതിനാൽ അതിൻ്റെ രീതിയിലാണ് വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ അത്രമാത്രം വിശ്വാസത്തോടുകൂടി വിശുദ്ധിയോടുകൂടി മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കണ്ടു ഫോർമർ പ്രൊഫറ്റിക് ബുക്സ്, അല്ലെങ്കിൽ ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകം എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഈ ജോഷുവയുടെ പുസ്തകവും നിയമാവർത്തന പുസ്തകങ്ങളും പുറപ്പാടിൻ്റെ പുസ്തകവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും പൂർണ്ണതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജോഷുവയുടെ പുസ്തകമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോളട്ടെ, ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുക? യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സമാപന അധ്യായം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 50-ാമത്തെ അധ്യായത്തിൽ നമുക്കൊന്ന് നോക്കാം. 24-ാമത്തെ വാക്യം ജോസഫിൻ്റെ മരണത്തെക്കുറിച്ച്, പൂർവ്വ ജോസഫിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, 50-ാം അധ്യായം 24-ാം വാക്യം, ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടെ നിങ്ങളെ കൊണ്ടുവരും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. അപ്പോൾ നോക്കിക്കേ, ജോസഫ് മരിക്കുന്നത് ഈജിപ്ത് ദേശത്ത് വെച്ചാണ്. ഈജിപ്ത് ദേശത്ത് വെച്ച് ജോസഫ് മരിക്കുമ്പോൾ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക്, കാനാൻ ദേശത്തേക്ക് പോകുന്ന അവസരത്തിൽ മോശ ഈ ജോസഫിൻ്റെ അവശിഷ്ടങ്ങൾ, എല്ലുകൾ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് എവിടെ കൊണ്ട് ഒന്ന് അടക്കം ചെയ്തു? അത് അവരുടെ ജീവിതത്തിൻ്റെ ആ പുറപ്പാടിൻ്റെ അനുഭവത്തിൽ 40 വർഷത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ജോസഫിൻ്റെ അസ്ഥികൾ മോശയോടൊപ്പം ഇസ്രായേൽ ജനത്തോടൊപ്പം ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അത് അവർക്ക് വാഗ്ദാന ദേശത്ത് ചെന്ന് പുതിയ സ്ഥലമൊക്കെ ഒരുക്കിയതിന് ശേഷം അവരെ അനുഗ്രഹിച്ച് ജോഷുവ മരിക്കുന്ന ആ സമയത്ത് നടക്കുന്നൊരു വലിയൊരു സംഭവമുണ്ട്. അതാണ് ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 24-ാമത്തെ അധ്യായം 32-ാമത്തെ തിരുവചനം, 24-32. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജോസഫിൻ്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സംസ്കരിച്ചു. നോക്കിക്കേ, ഈ ഒരു പ്രത്യേകതയാണ് പുറപ്പാടിൻ്റെ പുസ്തകം, ഉൽപ്പത്തിയുടെ പുസ്തകവും അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകവും തമ്മിലുള്ള ബന്ധം. നോക്കിക്കേ, ഈ 2 പുസ്തകങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. ഈ 2 പുസ്തകങ്ങൾക്കിടയിൽ ജോസഫിൻ്റെ അസ്ഥികൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അത് അവർ താമസിച്ചിരുന്ന ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കാനാൻ ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമായ ഷെക്കേമിൽ അവർ കൊണ്ടുവന്ന് സ്ഥാപിച്ച്, അങ്ങനെ ഇസ്രായേൽ ജനം ജോസഫിനോടുള്ള ബന്ധത്തിൽ വ്യാപരിച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പുസ്തകങ്ങളുടെയും ബന്ധം നമ്മൾ മനസ്സിലാക്കിയത്. നമുക്കിനി ഇതിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, പ്രത്യേകിച്ച് ജോഷുവയുടെ പുസ്തകവും അതുപോലെ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകവും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ഒരു ബന്ധം കണ്ടായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട കൾമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയാണ് ജോഷുവയുടെ പുസ്തകം. അതിൻ്റെ തിയോളജിക്കലായിട്ട് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു പൂർണ്ണതയായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ചെറിയൊരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് ഇപ്രകാരമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുന്ന അവസരത്തിൽ, വാഗ്ദാന ദേശത്തെ അല്ലെങ്കിൽ സീനായ് മലയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് വിശന്നു. ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുന്നു, മോശയുടെ മുമ്പിൽ പരാതി പറയുന്നു, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾക്ക് മാംസമില്ല. മോശ കർത്താവിന് മുമ്പിൽ നിലവിളിച്ച് പറയുക, കർത്താവ് ഇവർക്ക് മാംസമില്ല, ഇവർ തിരിച്ച് ഈജിപ്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഉടനെ ദൈവമായ കർത്താവ് അവർക്ക് കൊടുത്തത് മന്നായും കാടപ്പക്ഷിയുമാണ്. അതിൻ്റെയൊക്കെ ചരിത്രവും അതിൻ്റെ ഭൂമിശാസ്ത്രവും അതുപോലെ തന്നെ അതിൻ്റെ ദൈവശാസ്ത്രവുമൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആ മന്ന കൊണ്ടാണ് യഥാർത്ഥത്തിൽ 40 വർഷം അവർ യാത്ര ചെയ്യുന്നത്. അവർക്ക് കിട്ടിയ ഭക്ഷണം ഞാൻ മന്നായെ വിശേഷിപ്പിക്കുന്ന വേറൊരു രീതിയിലാണ്. മന്ന എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ആമേൻ. ആമേൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം വിശ്വാസം, അല്ലെങ്കിൽ പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കട്ടെ എന്നുള്ള അർത്ഥമൊക്കെയാണ്. ഇവിടെ മന്ന എന്ന വാക്ക് യഥാർത്ഥത്തിൽ ആമേൻ എന്ന വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന, കടന്നു വന്നിരിക്കുന്ന വാക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മന്ന എന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള രൂപവും ഭാവവും ബൈബിളിൽ കൊടുത്തിട്ട് പോലില്ല. കൊത്തമ്പലാരിയുടെ ആകൃതിയിൽ ഇരിക്കുന്നു എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് മന്നായെക്കുറിച്ച് പറയുമ്പോൾ ഈ ആമേൻ എന്ന വാക്കുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി മനസ്സിലാക്കി തരുമ്പോൾ ഉദ്ദേശിക്കുന്ന സംഗതി ഇതാണ്. മന്ന എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ മുഴുവനെയും നയിക്കുന്നത്. അവരുടെ പെസഹ തിരുനാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ കാണുന്നത്. അവർ യാത്ര ചെയ്ത സമയത്ത്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പോരുന്ന സമയത്ത്, പുറപ്പാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പെസഹ തിരുനാൾ നടത്തി. അതൊരു യാത്രയുടെ മുന്നാസ്വാദനമായിരുന്നു പെസഹ തിരുനാൾ. അതിനുശേഷം അവർ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ സീനായ് മല വിടുന്ന അവസരത്തിൽ ഒരു പെസഹ തിരുനാൾ നടത്തി. അതും ഒരു യാത്രയുടെ മുന്നാസ്വാദനമായിരുന്നു. ഇവിടെ ജോഷുവയുടെ പുസ്തകത്തിൽ 3-ാമത്തെ പെസഹ, അവരുടെ ജീവിതയാത്രയിലെ 3-ാമത്തെ പെസഹ അവർ നടത്തുന്നത് ഇപ്രകാരമാണ്. അത് 5-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുക. ഇസ്രായേൽ ജനം ജെറീക്കോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, എന്തായി ജെറീക്കോ പട്ടണം? ജെറീക്കോ പട്ടണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിലേക്കുള്ള, വാഗ്ദാന ദേശത്തേക്കുള്ള, കാനാൻ ദേശത്തേക്കുള്ള നോർത്തേൺ എൻട്രൻസ് ആണ്. നോർത്തേൺ എൻട്രൻസ് ആണ്, വടക്കു ഭാഗത്തുള്ള എൻട്രൻസ് ആണ് യഥാർത്ഥത്തിൽ ജെറീക്കോ പട്ടണം. അവിടേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായി അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു പെസഹ ആചരണം നടത്തുന്നു. അപ്പോൾ ഈ പെസഹ ആചരണത്തിൻ്റെ ലിങ്കും ജോഷുവയുടെ പുസ്തകത്തെ മറ്റു പുസ്തകങ്ങളുമായിട്ട് ധാരാളമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്കെല്ലാം കൂടി ഈ ക്ലാസ്സിലേക്ക് എടുക്കാൻ പറ്റുകയില്ല. എങ്കിൽ തന്നെയും നമുക്ക് ഈ 2-3 കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഇനി നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, എവിടെയാണ് ഈ ജോഷുവയുടെ പുസ്തകം സിറ്റുവേറ്റ് ചെയ്തിരിക്കുക? സിറ്റുവേഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ സിറ്റുവേഷൻ തന്നെയാണ് ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. നിയമാവർത്തന പുസ്തകം എവിടെയാണെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ. ജോർദാൻ്റെ അക്കരെ മരുഭൂമിയിൽ സൂഫിന് എതിർവശത്ത് പാരാൻ, തോഫാൽ, ലാബാൻ, ഹസേറോത്ത്, ദിസ്ഹാബ് എന്നിവയ്ക്ക് മധ്യേ അരാബായിൽ വച്ചാണ് മോശ സംസാരിച്ചത്. ഈ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്കിനും വേറെ ഏതെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് തികച്ചും യാദൃച്ഛികമാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഈ വാക്കുകൾ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അതിപ്രകാരമാണ്: സൂഫിന് എതിർവശത്ത് പാരാൻ, തോഫാൽ, ലാബാൻ, ഹസേറോത്ത്, ദിസ്ഹാബ് എന്നിവയ്ക്ക് മധ്യേ അറബായിൽ വെച്ചാണ് മോശ സംസാരിച്ചത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ
മോശ സംസാരിക്കുന്നത് ജോർദാന് ഇക്കരെ ഭാഗത്ത്, ഇക്കരെ നിന്നുകൊണ്ട് സംസാരിക്കുക. ജോർദാൻ നദി കടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ പഴയ ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പഴയ ഇസ്രായേലിൻ്റെ പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ജോർദാൻ നദി എന്ന് പറയുന്നത് ഒരു 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 ബോർഡറായിട്ട് വരുമായിരുന്നു. ഇപ്പോഴും ബോർഡറാണ്. പക്ഷേ ജോർദാൻ നദി എന്ന് പറയുന്നത് ഇസ്രായേലിനെ ട്രാൻസ് ജോർദാൻ, ജോർദാൻ്റെ അക്കരയെന്നും ജോർദാൻ്റെ ഇക്കരയെന്നും വിശേഷിപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രദേശമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ജോർദാനിലേക്ക് കടന്നു വരിക, ജോർദാനിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുക. ഇസ്രായേൽ ജനം, നമുക്കറിയാം സംഖ്യയുടെ പുസ്തകത്തിൽ ഈ ജനത്തിൻ്റെ യാത്ര നന്നായിട്ട് നടക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ മോശ ഒരു പെസഹാചരണം നടത്തി. 10-ാമത്തെ അധ്യായത്തിൽ അവർ സീനായ് മലയുടെ അടിവാരത്ത് നിന്ന് യാത്ര തിരിച്ചു കാദേശ് ബർണയിലേക്ക് പോയി. അവിടെ നിന്ന് തിരികെ വീണ്ടും അവർ പോവുകയാണ്. അവിടുന്ന് ഏദോംകാരോട് ചോദിച്ചു, ഞങ്ങൾ ഈ റൂട്ടിലൂടെ പൊക്കോട്ടെ, നിൻ്റെ സഹോദരനായ ഏസാവിൻ്റെ സഹോദരന്മാരാണ് ഏദോം, അതുകൊണ്ട് മക്കളാണ് ഏദോം, അതുകൊണ്ട് തന്നെ പറയുകയാണ്, നിൻ്റെ സഹോദരന്മാരായ യാക്കോബും കൂട്ടരും ഒക്കെ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് കടന്നു പോകാൻ അനുവദിക്കുക. ഏദോം പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ നിഷ്കരണം മാറ്റിവിട്ടു. അങ്ങനെ അവർ സൈഡിൽ കൂടെ, അവരുടെ ഏദോമിൻ്റെ സൈഡിൽ കൂടെ കയറി മോവാബിൻ്റെ തീരങ്ങളിലൂടെ പോയി നേരെ അവർ വന്ന് ജോർദാൻ്റെ മറുകര നിലയുറപ്പിച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നിയമാവർത്തന പുസ്തകം. ഈ നിയമാവർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ്. സിറ്റുവേഷനിലൊന്നും തന്നെ മാറ്റം ഉണ്ടായിട്ടില്ല ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ജോഷുവയുടെ പുസ്തകം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് കയറിയിട്ടില്ല, ജോർദാനിൻ്റെ മറുകര ഇങ്ങനെ നിൽക്കുകയാണ്, ഇക്കരെ ഇങ്ങനെ നിൽക്കുകയാണ്, മോവാബ് ദേശത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് ജോർദാൻ നദി കടക്കണം. ജോർദാൻ നദി കടന്നു കഴിഞ്ഞതിന് ശേഷം വാഗ്ദാന ദേശത്തേക്ക്, കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് സിറ്റുവേഷൻ മനസ്സിലായി. നിയമാവർത്തന പുസ്തകത്തിൻ്റെയും ജോഷുവയുടെയും സിറ്റുവേഷൻ, 1-ാമത്തെ അധ്യായത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ജോർദാൻ്റെ ഇക്കരെയുള്ള ഭാഗം മോവാബ് ദേശമാണ് ഇസ്രായേൽക്കാർ നിൽക്കുന്നത്. ഇനി നിയമാവർത്തന പുസ്തകത്തിൽ ഈ പ്രദേശത്ത് നിൽക്കുമ്പോഴാണ് മോശ ഇസ്രായേൽക്കാർക്ക് ദൈവിക നിയമങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നിങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കേട്ട് കാണും. മോവാബ് ദേശത്ത് നിൽക്കുമ്പോഴാണ്, ഈ പ്രദേശത്ത് നിൽക്കുമ്പോഴാണ് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാടുകൾ മോശ നിയമാവർത്തന പുസ്തകങ്ങളിലൂടെ, നിയമാവർത്തന നിയമസംഹിതകളിലൂടെ 12-ാം അധ്യായം മുതൽ 26-ാം അധ്യായം വരെ നീണ്ടു നിൽക്കുന്ന നിയമാവർത്തന ഗ്രന്ഥങ്ങളിലൂടെ, അല്ലെങ്കിൽ കോഡ് ഓഫ് ഡ്യൂട്രോണമിക് കോഡ് എന്ന് പറയുന്ന നിയമാവർത്തന ഉടമ്പടി ബന്ധങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം. അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് ജോഷുവയുടെ പുസ്തകത്തിലേക്ക്. ജോഷുവയുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി. നിയമാവർത്തന പുസ്തകത്തിൻ്റെ അതേ സിറ്റുവേഷൻ, അതേ വികാരങ്ങളോടുകൂടി മോശ പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മോശ ജോഷുവയുടെ കയ്യിലേക്ക് തൻ്റെ മരണസമയത്ത് വടി കൊടുത്തു. ആ ജോഷുവ മോശയുടെ മരണശേഷം ആ വടി കയ്യിൽ പിടിച്ച് ഇസ്രായേൽ ജനതയെ നയിക്കുന്ന രംഗമാണ് ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. 1-ാമത്തെ അധ്യായത്തിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജോഷുവ മോശയുടെ മരണത്തിന് ശേഷം ജോഷുവ കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് ദൈവമായ കർത്താവിന് ജനത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ഇനി ഈ ജോഷുവയുടെ പുസ്തകത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വളരെ മനോഹരമായിട്ട് തന്നെ ഞാൻ അതിനെ ഒന്ന് അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷം 120 വർഷങ്ങൾക്കൊക്കെ മുമ്പ് മലബാർ പ്രദേശങ്ങളിൽ പോയി കുടിയേറി പാർത്ത ആളുകളുണ്ട്. നമ്മുടെ വീട്ടുകാർ കാണും, നമ്മുടെ സ്വന്തക്കാർ കാണും, അല്ലെങ്കിൽ നമ്മളുടെ അയൽവക്കക്കാർ കാണും.
ഇപ്പം നമ്മളൊക്കെ മലബാറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്ത് സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അവർ പറയുന്ന ഇപ്രകാരമാണ്: നാട്ടിൽ നിന്ന് ആളുകൾ വന്നിരിക്കുന്നു, നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു, ബാ എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും നല്ല പിന്നെ കാടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നല്ല കാട്ടിറച്ചിയൊക്കെ എടുത്ത് കപ്പയൊക്കെ കഴിച്ച് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച് വിടുന്നതൊക്കെ രംഗങ്ങളൊക്കെ ഈ സമയത്ത് ഓർക്കുന്നതൊക്കെ നല്ലതാണ്. ഈ ജോഷുവയുടെ പുസ്തകം ഇതേപോലെ ഒരു യാത്രയുടെ മൈഗ്രേഷൻ്റെ ഒരു അനുഭവമാണ് കാണുക. യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്ന ഒരു വലിയ സംഭവം ഇതാണ്: ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പോകുന്നു. ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നമ്മുടെ ഈ മലബാറിലേക്ക് കുടിയേറി പാർത്തു പോയ ആളുകൾ ചിലപ്പോൾ ഒരു അപ്പൻ്റെ നേതൃത്വത്തിലായിരിക്കാം, അപ്പനും അപ്പൻ്റെ സഹോദരന്മാരും ഒക്കെ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ മൂത്ത സഹോദരനായിരിക്കും ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ നിന്ന് എല്ലാ കെട്ടും കിടയൊക്കെ എടുത്ത് മക്കളെയും സഹോദരങ്ങളെയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ച് ഒരു 10 പേരടങ്ങുന്ന സംഘം അല്ലെങ്കിൽ 20 പേരടങ്ങുന്ന സംഘം ട്രെയിനിൽ കയറി അങ്ങ് മലബാർ ഭാഗത്ത് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ മുണ്ടക്കം നടന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി നോക്കിയപ്പോഴത്തേന് വലിയൊരു പ്രദേശം കാണുന്നു. ആ പ്രദേശം മുഴുവൻ വെട്ടിപ്പിടിച്ച് ആ പ്രദേശത്തുള്ള കാടുകളൊക്കെ തെളിച്ച് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗജീവികളുടെ ഉപദ്രവങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സ്ഥലം അത് അവരുടെ കൈവശമായി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവർ ഓരോ സഹോദരങ്ങളും ഓരോ മക്കൾക്കും വേണ്ടിയിട്ട് വീതിച്ചു കൊടുത്ത് അങ്ങനെ ഓരോ പ്രദേശവും വീതിച്ചു കൊടുത്തതിന് ശേഷം കൊണ്ടുപോയ മൂത്ത ആൾ അവസാനം മേലാതെ വിഷമിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രായമേറെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും മക്കളെയും സഹോദരങ്ങളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു: എൻ്റെ മക്കളെ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങളിങ്ങ് വന്നേ, ഞാൻ എൻ്റെ ജീവിതമൊക്കെ ഇത്രയായി, അതുകൊണ്ട് ഞാൻ 1-2 ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാം. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ ഈ നാട്ടിൽ നിന്നാണ് വന്നത്. നമ്മൾ എവിടേക്കാണ് വന്നിരിക്കുന്നത്? ഈ പ്രദേശത്തേക്കാണ് വന്നിരിക്കുന്നത്. ആരാ നമ്മളെ കൊണ്ടുവന്നത്? കർത്താവ് തന്നെ നമ്മൾ കൊണ്ടുവന്നു. ഇനി അതുകൊണ്ട് വേറൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, അവനോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ പറഞ്ഞ് ആ ജനത്തെ, ആ കൂട്ടരെ, ആ സഹോദരങ്ങളെല്ലാം ഒന്നിപ്പിച്ച് നിർത്തും. എന്നിട്ട് അവർക്കുള്ള ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം അയാൾ അവിടെ മരിക്കും. ആ മനുഷ്യനെ ആ സഹോദരന്മാരും മക്കളും എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു പള്ളിയിൽ കൊണ്ടുപോയി അടക്കി അവർ പ്രാർത്ഥിക്കും. ഇത് തന്നെയാണ് ജോഷുവയുടെ പുസ്തകം നമുക്ക് നൽകുന്ന സംഗതി. ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുന്ന അവസ്ഥ, അവിടെ നിന്ന് തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ 430 വർഷത്തോളം ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായിട്ട് താമസിച്ചു. 430 വർഷത്തോളം. നമുക്കറിയാം 430 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. ആ ഈ കാനാൻ ദേശത്ത് താമസിച്ചിരുന്ന ഇസ്രായേൽ ജനം ഒരു വലിയ ക്ഷാമത്തിൻ്റെ സമയത്ത് യാക്കോബിൻ്റെ മക്കൾ ക്ഷാമത്തിൻ്റെ സമയത്ത് ഈജിപ്തിലേക്ക് കുടിയേറി പാർത്തു. അതിനുശേഷം സ്വന്തം അപ്പനായ യാക്കോബിനെയും വിളിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം മുഴുവനും ഈ യാക്കോബിനോടൊപ്പം ഈജിപ്ത് ദേശത്ത് താമസിച്ചിരുന്ന സംഗതിയെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ അവിടെയാണ് അവിടെ നിന്ന് തുടങ്ങി 430 വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായി വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുക. അപ്പം ഇവർ പ്രവേശിക്കുന്നത് ഇവരുടെ സ്വന്തം ദേശത്താണ്, അല്ലാതെ വേറെ പുതിയ ദേശത്തൊന്നുമല്ല. കാനാൻ ദേശം ദൈവമായ കർത്താവ് അവർക്ക് ഒരുക്കി കൊടുത്ത കാനാൻ ദേശത്ത് തന്നെയാണ് ഇവർ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജോഷുവയുടെ പുസ്തകം ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന ജോഷുവ അവരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. അവർക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് അന്യ ജാതിക്കാരെ കാണുന്നു. കാനാന്യരെ കാണുന്നു, അമോര്യരെ കാണുന്നു, ഹിത്യരെ കാണുന്നു.
ഇവരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ സ്വന്തം സ്ഥലം കൈയടക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധം ഉണ്ടാകുന്നു. ആ യുദ്ധത്തിൽ നിന്ന് അവരെയൊക്കെ രക്ഷിക്കുന്നു, സ്വാഭാവികമായിട്ട് രക്ഷിക്കുന്നു. ജോഷുവയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ പ്രദേശം മുഴുവൻ കൈയടക്കുന്നു. അവസാനം ജോഷുവ ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ ഗോത്രങ്ങൾക്കായിട്ട് ഓരോ പ്രദേശങ്ങൾ വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവസാനം വീതിച്ചു കൊടുത്തതിന് ശേഷം ആ ജോഷുവ നടത്തുന്ന സമാപന പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സമാപനമായിട്ടുള്ള ഉപദേശങ്ങൾ, അതിനുശേഷം ജോഷുവയുടെ മരണം. ഇതാണ് ജോഷുവയുടെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ച നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ഒരു മൈഗ്രേഷൻ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയും ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ഈ ജോഷുവയുടെ ജീവിത സാഹചര്യം തമ്മിൽ ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇത് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 24 അധ്യായങ്ങളിലൂടെയാണ് നമ്മളിത് യാത്ര ചെയ്യുന്നത്. 1 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ വളരെ ഈസിയായിട്ട് നമുക്ക് വായിച്ചു പോകാം. പക്ഷേ അതിലേറെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഇടയ്ക്ക് വെച്ച് നമ്മുടെ വായനകളൊക്കെ ബ്രേക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് യഥാർത്ഥത്തിൽ. അതെങ്ങനെ ബ്രേക്ക് ചെയ്യാതെ അതിൻ്റെ എന്താണ് ദൈവശാസ്ത്രം എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് പ്രധാനമായിട്ടും ജോഷുവയുടെ പുസ്തകത്തിലൂടെ ഈ ബൈബിൾ പഠന പരമ്പരയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുക.